ഹായ് നമസ്കാരം. കുറച്ച് നാൾ മുമ്പ് ഒരു ബാങ്കിലെ ഒരു മോഷണം നടന്നു. മോഷ്ടാവ് ഒരു ടൂ വീലറിലെത്തി. മുഖം മൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു, ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുഖം മൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പൈസയൊക്കെ എടുത്ത് രക്ഷപ്പെട്ടു പോയി. കേസായി, പോലീസ് എത്തി. കേരള പോലീസ് പുലികളാണ് കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ. CCTV ഫുട്ടേജ് എടുത്തു, ചെക്ക് ചെയ്തു. ഒരു സ്ഥലത്തുനിന്നല്ല, പല സ്ഥലത്തുനിന്നും CCTV ഫുട്ടേജ് എടുത്തു. പക്ഷെ മുഖം മാത്രം വ്യക്തമാവുന്നില്ല. ഓരോ മുക്കും മൂലയും പരിശോധിച്ചു, വീഡിയോൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരിശോധിച്ചിട്ടും ആരാണ് എന്ന് വ്യക്തമായില്ല. പിന്നെ അവര് വേറെ മാർഗങ്ങളിലൂടെയൊക്കെ നോക്കി, ബൈക്കിൻ്റെ നമ്പർ നോക്കാൻ നോക്കി, മനസ്സിലായില്ല. പിന്നെ ഡ്രസ്സ് നോക്കി, ഡ്രസ്സ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് ടൈറ്റ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവർ ഒരു നിഗമനത്തിലെത്തി. മോഷ്ടാവ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തിയിട്ടുള്ള ഏതെങ്കിലും ഹിന്ദിക്കാരനായിരിക്കും. ആ വഴിയിലൂടെ അന്വേഷണം പോയി. 2-3 ദിവസം കഴിഞ്ഞു. ആരെക്കുറിച്ചും ഒരു ക്ലൂ കിട്ടിയില്ല. മോഷ്ടാവിനെ കുറിച്ച് യാതൊരുവിധ ക്ലൂവും കിട്ടിയില്ല. കേരള പോലീസിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു. കേസ് പതുക്കെ ഒരു നോർത്ത് ഇന്ത്യൻ IPS ഓഫീസറുടെ ഫ്രണ്ടിലെത്തി. പുള്ളിക്കാരൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം, പുള്ളി ആദ്യത്തെ വ്യൂ കണ്ടതിന് ശേഷം പുള്ളി പെട്ടെന്ന് പറഞ്ഞു, ഈ മോഷ്ടാവ് ഹിന്ദിക്കാരനല്ല, മലയാളിയാണ്. അതിന് പുള്ളി പറഞ്ഞ കാരണം മോഷ്ടാവിന് കൊടവേറുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പുള്ളി ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദിക്കാരനെ ഒരാളെ കൊണ്ടൊന്ന് ഇവിടെ കാണിച്ചു തരാമോ? കൊടവേറുള്ള ഒരു ഹിന്ദിക്കാരനെ കാണിച്ചെന്നാൽ അവനെ അറസ്റ്റ് ചെയ്തോളാമോ? സംഭവം ശരിയാണ്, മോഷ്ടാവിന് കൊടവേറുണ്ടായിരുന്നു. അത് മലയാളിയാണെന്ന് നിഗമനത്തിലെത്തി. അതിൻ്റെ പിറ്റേ ദിവസമോ പോലീസ് ആളെ അറസ്റ്റ് ചെയ്തു. ഇതിലിപ്പോൾ അതിലും ചോദിക്കാവുന്നില്ല, ഞങ്ങൾ മലയാളികൾക്ക് ഇത്തിരി കൊടവേറൊക്കെ ഉണ്ടാവും. അതിന് നോർത്ത് ഇന്ത്യൻസ് നമ്മൾ അങ്ങനെ തരം താത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മലയാളികൾ എല്ലാവർക്കും അങ്ങനെ കൊടവേറൊക്കെ ഉണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ നോക്കിക്കോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ടൊവീനോ മലയാളിയാണ്, പേര് കേട്ടാൽ അറിയാൻ പാടില്ലേ പുള്ളി വേറെ നാട്ടുകാരനാണ്. അങ്ങനെ കൊടവേറില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ശരി, വീണ്ടും കാണാം.